ആ 32-കാരെ വെട്ടി നുറുക്കി 21ഓളം കഷ്ണങ്ങളാക്കി. എല്ലുകളെല്ലാം ഗ്രൈൻഡറും അതുപോലെ തന്നെ മിക്സികളെല്ലാം ഉപയോഗിച്ച് പൊടിച്ചെടുത്തു. മാംസങ്ങൾ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. അന്നേ ദിവസം മുംബൈ പോലീസ് ആ ഫ്ളാറ്റിന്റെ കതക് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. രാജ്യത്തെ നടുക്കിയ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം അന്നേ ദിവസം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ കൊലയാളി പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ളാറ്റിൽ തന്നെ താമസിക്കുന്ന 56-കാരനായ മനോജ് ആയിരുന്നു. മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് മനോജിന്റെ കൂട്ടത്തിൽ തന്നെ 9 കൊല്ലമായി താമസിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന 32-കാരിയായിരുന്നു അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 2023 ജനുവരി മാസത്തിലാണ്. 2023 ജനുവരി മാസത്തിൽ അവിടെ ഫ്ളാറ്റിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം കാര്യങ്ങളും പുറത്തോട്ട് വരികയാണ്. ദുർഗന്ധം കാര്യങ്ങളും പുറത്തോട്ട് വന്നപ്പോൾ അവിടെയുള്ള ഫ്ളാറ്റിലുള്ള ആളുകളെല്ലാം വിചാരിച്ചത് തൊട്ടടുത്ത് തന്നെ എലിയോ പൂച്ചയോ കാര്യങ്ങളോ എന്തെങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഫ്ളാറ്റിലുള്ള ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടു മുമ്പിലുള്ള മനോജിന്റെ തൊട്ടു മുമ്പിൽ താമസിക്കുന്ന ഫ്ളാറ്റിലുള്ള ആളാണെങ്കിൽ ഈ ദുർഗന്ധം കാര്യങ്ങളൊക്കെ വരുന്നത് മനോജിന്റെ വീട്ടിന്റെ അകത്ത് നിന്നാണ് എന്ന് 3 ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ മനോജിന്റെ വീട്ടിന്റെ അകത്ത് പോയതിനു ശേഷം ആ കതക് മുട്ടി നോക്കുകയാണ്. ആ കതക് മുട്ടി നോക്കിയപ്പോൾ അവിടെ നിന്ന് സ്പ്രേ അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളും ഇയാളെ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് മനോജ് ആ വാതിൽ തുറന്നു നോക്കിയത്. ആ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഈ അയൽക്കാരൻ ഈ മനോജിന്റെ പക്കൽ ചോദിക്കുകയാണ്, ഈ ദുർഗന്ധം കാര്യങ്ങൾ ഈ ഫ്ളാറ്റിന്റെ അകത്ത് നിന്നാണല്ലോ വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ അയൽക്കാരൻ മനോജിന്റെ പക്കൽ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇതിന്റെ അകത്ത് നിന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇയാളുമായി അധികം നേരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ തന്നെ ആ ഫ്ളാറ്റിന്റെ കതക് അടക്കുകയും ചെയ്തു. മറിച്ചിരിക്കുകയാണെങ്കിൽ അയൽവാസികൾക്കെല്ലാം പല രീതിയിലുള്ള സംശയവും കാര്യങ്ങളും തോന്നിയാണ്. അതായത് സരസ്വതി എന്ന് പറയുന്ന ആ 32-കാരി അവിടെ കാണാനില്ല. ഇവർ 9 കൊല്ലമായിട്ട് ആ ഫ്ളാറ്റ് താമസിക്കുന്നതാണെങ്കിൽ കൂടിയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരെ ഇവർ വിളിക്കുകയും ചെയ്തു. അതായത് പോലീസുകാർ എത്തുന്നതിനും കാട്ടി മുമ്പേ തന്നെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് അവിടെയുള്ള തെരുവ് നായ്കൾക്കെല്ലാം മനോജ് പതിവില്ലാതെ തന്നെ 2 ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള അയൽവാസികൾക്ക്. ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസിന് വിളിച്ച് ഇൻഫർമേഷൻ പറയുകയും ചെയ്തു. പോലീസുകാർ അന്നേ ആ സ്ഥലത്തോട്ട് എത്തുമ്പോൾ മനോജ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും ചേർന്നുകൊണ്ട് തന്നെ ആ ഫ്ളാറ്റിന്റെ വാതിലാണെങ്കിൽ തകർത്ത് അതിനുശേഷം അകത്തോട്ട് കയറി നോക്കുകയും ചെയ്തു. അകത്തോട്ട് കയറി നോക്കിയ ആ പോലീസുകാർ അമ്പരന്ന് പോവുകയാണ്. അതായത് ടൈല് മുറിക്കുന്നതും അതുപോലെ തന്നെ മരം മുറിക്കുന്ന കട്ടറും കാര്യങ്ങളുമായിരുന്നു ഈ മനോജിന്റെ ഫ്ളാറ്റിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. അടുക്കള വശത്തോട്ട് പോകുമ്പോൾ വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധമായിരുന്നു. അതായത് അവിടെ നിന്ന് കാണാൻ സാധിച്ചത് എല്ലും അതുപോലെ തന്നെ മാംസവും അതുപോലെ തന്നെ മൈദ പോലെ തന്നെ പൊടിച്ചിട്ട രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്. പ്രഷർ കുക്കർ എടുത്ത് നോക്കിയ ടൈമിനാണ് ഇവിടെ മാംസമാണെങ്കിലോ അവിടെ നിന്ന് വേവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഈ മാംസങ്ങളെല്ലാം ഫ്രിഡ്ജിനകത്തും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവൻ വരുന്നത് കാത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുംബൈ പോലീസ് ഇവന്റെ ഫ്ളാറ്റിൽ നിന്നും അവനെ കാത്തു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുക 56-കാരനായ മനോജ് ആ ഫ്ളാറ്റിലോട്ട് വരികയും പിന്നീട് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്ളാറ്റിൽ വെച്ച് തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. അതിനിടയിൽ തന്നെ പോലീസുകാർ ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവളെ എവിടെ നിന്നാണ് നീ പരിചയപ്പെട്ടത്, ഇവൾ ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിനു മുമ്പേ തന്നെ ഇവൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ ഇവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവൻ പുറത്തു പോയി വന്ന സമയത്ത് ഇവളാണെങ്കിൽ സരസ്വതിയാണെങ്കിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മനോജിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാത്ത മനോജ് ആണെങ്കിൽ അവനാണെങ്കിൽ ടൈല് മുറിക്കുന്ന കട്ടറും അതുപോലെ മരം മുറിക്കുന്ന കട്ടറും വാങ്ങിച്ചു കൊണ്ടുവരികയും പിന്നീട് ഇവളെ ശരീരഭാഗം പിന്നീട് കഷ്ണങ്ങളാക്കി മുറിക്കുകയും പിന്നീട് എല്ലുകളും മാംസങ്ങളെല്ലാം ഗ്രൈൻഡർ ഉപയോഗിച്ച് പിന്നീട് മൈദ പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുകയും ചെയ്തു. മറിച്ച് അതിൻ്റെ അകത്തുണ്ടായ മാംസങ്ങളെല്ലാം വെട്ടി വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഓരോ ദിവസം ഇവൻ പുറത്തോട്ട് പോവുകയും പിന്നീട് അവിടെയുള്ള തെരുവ് നായികൾക്ക് ഇവളെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസുകാർ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇവളെ ഇവൻ 9 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു ചായക്കടയിൽ വെച്ചിട്ടാണ് സരസ്വതിയെ പരിചയപ്പെടുന്നത്. സരസ്വതിയെ പരിചയപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. സരസ്വതിയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലായിരുന്നു. ഇവക്കാണ് 3 സഹോദരിമാരുമുണ്ട്. ഈ 3 സഹോദരിമാരും പറയുന്ന കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് തന്നെയായിരുന്നു മനോജിന്റെ പക്കൽ ഇവൾ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനും കാട്ടി മുമ്പേ തന്നെ ഈ സരസ്വതിയുടെ 3 സഹോദരിമാരും പിന്നീട് പോലീസുകാർ
കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തു. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് സരസ്വതി അതുപോലെ തന്നെ മനോജ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മനോജാണ് പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവനിക്ക് ആക്സിഡന്റും കാര്യങ്ങളും സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തിലോട്ട് ഒരു HIV പോസിറ്റീവുള്ള ആളുടെ ബ്ലഡും കാര്യങ്ങളുമാണ് കയറ്റിയിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ സരസ്വതി മനോജും തമ്മിൽ ഒരു ഏട്ടൻ അനിയത്തി ബന്ധമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവനുള്ള രീതിയിലുള്ള സത്യങ്ങൾ മുഴുവനായി പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ടുപേരും കാണുന്നത് ചായക്കടയിലായിരുന്നു. ചായക്കടയിൽ നിന്ന് കണ്ടതിന് ശേഷം 9 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അനിയത്തിമാരെന്ന് പറയുന്നത് കേൾക്കാതെ തന്നെ രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. 9 മാസങ്ങൾക്ക് മുമ്പേ ഈ കുറ്റകൃത്യം നടക്കുന്നതിന് 9 മാസങ്ങൾക്ക് മുമ്പേ തന്നെ മനോജിന്റെ പേരിൽ സരസ്വതിക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ വരികയാണ്. സംശയരോഗം വന്നതുകൊണ്ട് തന്നെ തന്റെ കൂട്ടത്തിൽ കടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനോജിനെ അവിടെ നിന്നും മാറ്റി താമസിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ അവഗണനയും കാര്യങ്ങളൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്നത് പിന്നീട് 9 മാസം കഴിഞ്ഞിട്ടാണ്. അതായത് ഇവള് ദിവസം വരുന്നതോടുകൂടി തന്നെ ഇവന്റെ പേര് വളരെയധികം വലിയ രീതിയിലുള്ള സംശയം വരികയും ചെയ്തു. ഇവള് കഴിക്കുന്ന ബട്ടർ ജ്യൂസിൻ്റെ അകത്താണ് കീടനാശിനി കലക്കി കൊടുക്കുകയും പിന്നീട് ഇവളെ കൊല്ലുകയും ഇവൻ ചെയ്തു. അതിനുശേഷം മാംസങ്ങൾ വെട്ടി നുറുക്കുകയും പിന്നീട് അത് പ്രഷർ കുക്കറിനകത്തിട്ട് വേവിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് എല്ലുകളെല്ലാം ചേർത്തുകൊണ്ട് തന്നെ മിക്സിങ് ഗ്രൈൻഡറെല്ലാം ഉപയോഗിച്ച് ഇവൻ അരച്ചെടുക്കുകയാണ് ചെയ്തത്. അരച്ചെടുത്തതിന് ശേഷം ഇവന്റെ പ്ലാനിങ് തെരുവ് നായികൾക്ക് ഈ ഭക്ഷണം തിന്നാൻ കൊടുക്കാമെന്നായിരുന്നു. മറിച്ച് ഈ സ്മെല്ലും കാര്യങ്ങളും വന്നതുകൊണ്ട് തന്നെയാണ് പിന്നീട് മുംബൈ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.